ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ നല്ലൊരു അരിപ്പത്തിരിയുടെ റെസിപ്പിയാണ്. ഈ ഒരു പത്തിരി തയ്യാറാക്കിയിട്ടുള്ളത് പരത്തിയെടുക്കാതെ അളന്നു മുറിക്കാതെ നല്ല ഷേപ്പായിട്ട് കറക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പത്തിരിയുടെ റെസിപ്പിയാണിത്. രാവിലെ ചുട്ടുവെച്ച് വൈകിട്ട് വരെ ഇരുന്നാലും പഞ്ഞി പോലിരിക്കുന്ന ഈ ഒരു പത്തിരിയുടെ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു നൈസ് പത്തിരി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഒരു കപ്പ് അളവിൽ 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു കപ്പ് അളവിന് 2 കപ്പ് അരിപ്പൊടിക്ക് വേണ്ടിയിട്ടാണ് ഈ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം, ഈ ഒരു കണക്കിലാണ് എടുക്കേണ്ടത്. നിങ്ങൾ എടുക്കുന്നത് പാത്രമായാലും അതല്ല ഗ്ലാസ് ആണെങ്കിലും ഏതാണെങ്കിലും ഈ ഒരു കണക്കിന് വേണം എടുക്കാൻ. എന്നാലേ നമ്മുടെ പത്തിരിയും അതുപോലെ നന്നായിട്ടിരിക്കുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചൊന്ന് ഈ വെള്ളം തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റാം. ഇതുപോലെ ഇത്രയും നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം വേണം ഇതിലേക്ക് നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുക്കാൻ. സാധാരണ പത്തിരിക്കൊക്കെ എടുക്കുന്ന അതേ വറുത്ത അരിപ്പൊടി തന്നെയാണ് ഇതിലേക്ക് 2 കപ്പ് അളവിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പൊടി ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം. നല്ലോണം കുറയ്ക്കുകയും ചെയ്യരുത്, കൂട്ടുകയും ചെയ്യരുത്. ഈ പൊടി നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ വെന്ത് വരികയും വേണം. മാവ് വെന്ത് വന്നാലേ നമ്മുടെ ആ പത്തിരി നല്ല സോഫ്റ്റ് ആയി കിട്ടുള്ളൂ. പത്തിരി നമ്മൾ ഏത് നേരം എടുത്തു കഴിച്ചാലും നല്ല സോഫ്റ്റായിട്ട് മയത്തിലിരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം കറക്റ്റ് ആവണം, അതുപോലെ മാവ് വേവുന്നത് കറക്റ്റ് ആവണം, കുഴയ്ക്കുന്നത് കറക്റ്റ് ആവണം, നമ്മൾ ചുട്ടെടുക്കുന്നത് കറക്റ്റ് ആവണം. ഇത്രയും നന്നായാൽ മാത്രമേ നമ്മുടെ പത്തിരി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇതിലേതെങ്കിലും ഒന്ന് കറക്റ്റ് ആവാതെ വന്നു കഴിഞ്ഞാൽ ആ പത്തിരിയും നന്നായിരിക്കില്ല. ഒട്ടുമിക്ക ആളുകൾക്കും പത്തിരി ഉണ്ടാക്കാനായിട്ട് അറിയാം. ഞാനിപ്പോൾ എടുത്തെടുത്ത് പറയുന്നത് പുതുതായിട്ട് പാചകം പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ദാ ഒട്ടും തന്നെ പച്ചപ്പൊടിയൊന്നും കാണുന്നില്ല, അത്രയും നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. നല്ലോണം ചൂടാറി കിട്ടണ്ട, അങ്ങനെ ആവുമ്പോൾ നമുക്കിത് കുഴച്ചെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് ചൂട് വേണം. ഒരു പകുതി ചൂടൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പൊടി വേവിച്ചെടുത്തിട്ടുള്ള അതേ കടായിൽ തന്നെയാണ് കുഴച്ച് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ പരന്ന പാത്രത്തിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിലേക്കോ ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ മാവ് ചൂടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരേപോലെ കുഴച്ചെടുക്കാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കുറച്ച് വെള്ളത്തിലൊന്ന് കൈമുക്കിയതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇത് മാവ് ഇതുപോലെ നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി മാവ് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിരൽ വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മാവ് നല്ല പോലെ താന്ന് പോവും. ഇപ്പോൾ മാവ് കറക്റ്റ് ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റാം. എത്ര വലിപ്പത്തിലാണോ നമുക്ക് പത്തിരി ആവശ്യമായിട്ടുള്ളത് ആ ഒരു വലിപ്പത്തിൽ വേണം ബോൾസ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഞാനിപ്പോൾ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു പത്തിരിയാണ് ചുട്ടെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു അളവിൽ ബോൾസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എത്ര നല്ല പോലെ കുഴച്ചെടുത്ത മാവാണെങ്കിലും നമ്മൾ ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാൻ നേരത്ത് കൈയുടെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ബലം കൊടുത്തൊന്ന് ഉരുട്ടിയെടുത്താൽ മാത്രമേ നമ്മളിത് പരത്തി കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രസ്സിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴോ വക്കൊന്നും വിണ്ട് കീറാത്ത രീതിയിൽ കിട്ടുള്ളൂ. ഇപ്പോൾ ഞാനിതാ എല്ലാ മാവും ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ട് ഈ ഒരു വലിപ്പത്തിൽ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ ഇതുപോലെ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് പരത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. ഇനി ഞാനിവിടെ ഒരു പ്രസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ പ്രസ്സിൻ്റെ 2 ഭാഗത്തും എണ്ണ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മാവിൽ നിന്നും ഒരു ബോൾസ് എടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് കൈ വെച്ച് ആദ്യം ഒന്ന് മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് അമർത്തിയെടുക്കാം. നല്ലപോലെ കുഴച്ചെടുത്ത മാവായതുകൊണ്ട് ഒരുപാട് ബലം കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ മാവ് നല്ല കറക്റ്റ് ഒരു പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അത്രയും നന്നായിട്ട് കുഴച്ചെടുത്തതുകൊണ്ടാണ് ഇതുപോലെ പ്രസ്സിലൊന്ന് പ്രസ് ചെയ്തപ്പോഴത്തേക്കും വക്കൊന്നും വിണ്ട് കീറാത്ത രീതിയിൽ നന്നായിട്ട് കിട്ടിയത്. ഇനി നേരത്തെ മാറ്റി വെച്ചിരുന്ന കുറച്ച് അരിപ്പൊടി ഉണ്ടല്ലോ, ആ ഒരു പൊടിയിലേക്ക് ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തട്ടിയെടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുന്നത് പത്തിരിക്കല്ലിൽ എണ്ണയൊന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്കിത് ചുട്ടെടുക്കാൻ വേണ്ടിയും, അതുപോലെ തന്നെ പ്രസ് ചെയ്തെടുക്കുന്ന മാവ് നമ്മൾ പൊടി തട്ടിയതിന് ശേഷം ഇതിന് മുകളിലേക്കായിട്ട് ഇനിയും ഇട്ട് കൊടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനും കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ എല്ലാ മാവും പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ പൊടി തട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാ മാവിലും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മാവ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
നല്ല നൈസായിട്ടിരിക്കുന്നതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. ഇനി ഇത് രണ്ടാമത്തെ തവണ ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു തവണ കൂടി ഇത് മറിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് പൊള്ളി വരും. ഇപ്പോൾ നമ്മുടെ ഈ ഒരു പത്തിരി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതെടുത്ത് മാറ്റാം. ഇതുപോലെ കറക്റ്റ് അളവിൽ ചെയ്തെടുക്കുന്ന ആ ഒരു പത്തിരി നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. എല്ലാ മാവും തന്നെ പൊള്ളി വരികയും ചെയ്യും. ഇതേപോലെ തന്നെ എല്ലാ മാവും ചുട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൈസ് പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.